ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാന ഘട്ടങ്ങളിലെ ജനവികാരം എന്തായിരിക്കുമെന്ന് മാറി നിന്നും അടുത്തു നിന്നും ആലോചിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ കെ.സി. ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പാലക്കാടാകട്ടെ, ചേലക്കരയിലാകട്ടെ, വയനാട്ടിലാകട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിച്ച സമയം മുതൽ തന്നെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള നിലയിലൊക്കെ വിമർശനങ്ങൾ എതിർഭാഗം ഉയർത്തുകയും ചെയ്തിരുന്നു. അത്തരം പോക്കുകൾ, കൊഴിഞ്ഞുപോക്കുകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയും ആ കൊഴിഞ്ഞുപോക്കുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുണമാണ് എന്ന് നേതാക്കൾ തന്നെ പറയുകയുണ്ടായി. അതേസമയത്ത് കൊഴിഞ്ഞുപോക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും, അത് അണികളിലും വോട്ട് ചെയ്യാൻ ഇരുന്നവരിലും മറിച്ചൊരു ചിന്തയുണ്ടാക്കാൻ പ്രേരിപ്പിക്കുമെന്നൊക്കെ പറയുകയുണ്ടായി. അത് ഏത് രീതിയിലാണ് അത് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്ങനെ അതിനെ വിലയിരുത്താൻ കഴിയും കെ.സി. ഉണ്ണികൃഷ്ണൻ? ഈ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കൂടുതൽ കണ്ടത് പാലക്കാട് തന്നെയാണ്. പാലക്കാട്ടെ ആ കൊഴിഞ്ഞുപോക്ക്, അതായത് പി സെറിൻ പാലക്കാട് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ വലിയ രീതിയിൽ ജില്ലാ കോൺഗ്രസിൽ ഒരു ഭിന്നിപ്പുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം, അതിന് ഒരു പരോക്ഷ വിമർശനവുമായി ഈ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അവിടെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ട്. ഇത് നേതൃത്വം പിടിച്ചു നിർത്തണമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർ പാർട്ടി വിടുന്നത് കഴിയുന്നത്ര തടയാൻ നേതൃത്വത്തിന് കഴിയണം. കൂടാതെ ഈ കൂടുതൽ ആളുകൾ പോകുന്നത് വലിയ രീതിയിൽ തന്നെ ദോഷകരമായി ബാധിക്കും, അതിന് ഗൗരവത്തോടെ കാണണമെന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുരളീധരൻ അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു അലയടിയെല്ലാം തന്നെ ഈ മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്കും വരുമെന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും പാലക്കാടും ചേലക്കരയും ഏകദേശം അടുത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെയെല്ലാം തന്നെ ഈ ജില്ലാ കോൺഗ്രസിനുള്ളിലുള്ള ഒരു ഭിന്നത അത് ഈ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊരു വിലയിരുത്തലാണ് ഈ ഇടതുപക്ഷത്തിന് ഉൾപ്പെടെ ഉള്ളത്. എന്തായാലും പാലക്കാട് കണ്ട ആ ഒരു പ്രതീതി അത് ഈ ചേലക്കരയിലേക്കും വരുമെന്ന് തന്നെയാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ രമ്യ ഹരിദാസിനെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു മുൻ MP ആണ്, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് കൊണ്ടുവരുന്നത്. അത് എങ്ങനെയാകും എന്ന കാര്യത്തിലടക്കം ഒരു ചർച്ചകളെല്ലാം തന്നെ അവിടെ ഉണ്ടായി എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഇടതുപക്ഷം അതിനെ വലിയ രീതിയിൽ തന്നെ അവിടുത്തെ സാഹചര്യത്തെ ഒരു മുതലാക്കാൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് അവർ കണക്ക് കൂട്ടിയത്. എന്തായാലും ഈ ജില്ലാ കോൺഗ്രസിനുള്ളിലെ ഭിന്നതകളെല്ലാം തന്നെ അത് ഈ ചേലക്കരയിലേക്കും വ്യാപിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ അത് അവിടെയും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവെ ഒരു കണക്കൂട്ടലിൽ ഇടതുപക്ഷത്തിനുള്ളത്. എന്തായാലും അത് തന്നെയാണ് BJPയെ സംബന്ധിച്ചുമുള്ളത്. എന്തായാലും BJPയിലേക്കും പാലക്കാട്ടെ ആ കോൺഗ്രസിലെ കുഴഞ്ഞുപോക്ക് അവർ നേരെ BJPയിലേക്കും ചേരുന്ന ഒരു സാഹചര്യം, മുതിർന്ന കോൺഗ്രസ് നേതാവ് അടക്കം, പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് അടക്കം BJPയിൽ ചേരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി. ഇതെല്ലാം തന്നെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ, അത് പൊതുവെ ഒരു ട്രെൻഡ് എന്ന രീതിയിൽ തന്നെ കാണുന്നു. ഈ ജില്ലാ വ്യത്യാസമില്ലാതെ ഒരു ട്രെൻഡ് എന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ടായിരുന്നു ആ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ മുന്നണികളെല്ലാം നോക്കിക്കണ്ടത്. എന്തായാലും ഈ പാർട്ടിക്കുള്ളിലെ കൊഴിഞ്ഞുപോക്ക് അത് വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ ഇടത് മുന്നണിക്കും അതോടൊപ്പം തന്നെ BJPക്കും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കൂടുതൽ പാലക്കാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടെ കാര്യം തന്നെ ആദ്യം സൂചിപ്പിച്ചത്. എന്തായാലും അതെ, ഈ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് നാളത്തെ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ കെ മുരളീധരൻ അടക്കമുള്ളവരിൽ നിന്ന് വലിയ വിമർശനത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഇന്ന് കെ മുരളീധരൻ മാധ്യമങ്ങളോട് നൽകിയ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ചേലക്കരയിൽ ഒരു മാറ്റത്തിന്റെ കാറ്റൊക്കെ ഉണ്ടാവും, അത് കോൺഗ്രസിന് അനുകൂലമാകും എന്ന് പറയുമ്പോൾ തന്നെയും അവിടുത്തെ പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾ, ഈ പറഞ്ഞ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൽ നിന്ന് അടക്കമുള്ളവയെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള സമയം അല്ല ഇപ്പോഴത്തേത് എങ്ങനെയും ജയിക്കുക എന്നുള്ളതാവണം, അത് കഴിഞ്ഞിട്ട് മറ്റേ പ്രശ്നങ്ങളിലേക്ക് വരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ കെ മുരളീധരന് പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളൊന്നും കേട്ടിട്ട് തിരികെ വരാം. പ്രശ്നങ്ങൾ പരിഹരിക്കണേ അതിൻ്റേതായിട്ടുള്ള സമയങ്ങളുണ്ട്. ഇപ്പോഴതിൻ്റെ ഒന്നും സമയമല്ല. ഇപ്പോഴും പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നോക്കുക. നാളെ 2 പോളിംഗാണ്. 24 തീയതിക്ക് ശേഷം പ്രശ്നങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് ഇതൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സന്ദർഭത്തിലും ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇപ്പം ഇന്നലെ മുതൽ പക്ഷേ ചേലക്കരയിൽ ചർച്ച ചെയ്തപ്പോഴാണ് മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നത്. ചേലക്കരയിൽ വികസനം ചർച്ച ചെയ്തു.
കെ മുരളീധരന്റെ ഇപ്പോഴത്തെ ഈ സംഭാഷണം കേട്ടാൽ കൃത്യമായി നമ്മൾക്കറിയാം ഇതിനു മുൻപെല്ലാം തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ള പശ്ചാത്തലങ്ങളിലൊക്കെ അതിന്റെ തലേന്ന് വിജയത്തിന് വേണ്ടി പറയുകയും അതിനുശേഷം ഫലം വന്നതിന് ശേഷം ഏതൊക്കെ കാര്യങ്ങളാണ് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളായത് എന്ന് ആരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ചരിത്രമുള്ളത് കൊണ്ട് വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാതീയ അടിസ്ഥാനത്തിലുള്ള സാമുദായിക അടിസ്ഥാനത്തിലുള്ള മതാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-ഉം കൂട്ടുപിടിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ഒന്നുകൂടി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വി ഡി സതീശൻ പറയുകയുണ്ടായി. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ADGPയുടെ RSS സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വോട്ടർമാരുടെ ഓർമ്മയിലേക്ക് വരികയും ചെയ്തേക്കാം. അത്തരം കാര്യങ്ങൾ അതായത് CPIM-ന്റെ മുകളിൽ UDF എപ്പോഴും കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന BJP RSS മൃദു സമീപന ബാന്ധവ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ ആ ആരോപണങ്ങൾ അതേ വേഗത്തിൽ തന്നെ UDF-ന്റെ മുകളിലേക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് LDF-ഉം CPIM-ഉം. ഇത്തരം വിഷയങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടാവുമോ എന്നുള്ളത് അവരുടെ ചിന്താഗതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിലും രാഷ്ട്രീയ ബോധമുള്ളവർ അതുകൂടി ആലോചിക്കാതിരിക്കില്ലല്ലോ KC ഉണ്ണികൃഷ്ണൻ. MS തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പൂരം അലങ്കോലപ്പെടുത്തൽ എന്ന ഒരു സംഭവം. അത് വലിയ രീതിയിൽ തന്നെ വലിയ പ്രതിച്ഛായ എല്ലാം തന്നെ ബാധിച്ചൊരു വിഷയം തന്നെയാണത്. അവിടുത്തെ മുതിർന്ന നേതാക്കൾ ഇടതുപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യം. VS സുനിൽകുമാറൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ മാറുന്നു. അതിന്റെ ഈ തൃശ്ശൂരിന്റെ ഭാഗമാണ് ചേലക്കര എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ സ്വാധീനം ആ വിഷയത്തിൽ അവിടെ ചേലക്കര പ്രതിഫലിക്കുമെന്നൊരു കാര്യമെല്ലാം തന്നെ ഉണ്ട്. എന്തായാലും ഒടുവിലൊരു നടപടിയെല്ലാം തന്നെ ഉണ്ടാവുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഇതിലേക്ക് വരുന്ന ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ സ്വാധീനിക്കുമെന്നത് തന്നെയാണ് ഈ മുന്നണികളുടെ കണക്കുകൂട്ടൽ. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു നടപടിയെല്ലാം തന്നെ വളരെ വൈകിയാണ് ഉണ്ടായിരുന്ന വിമർശനങ്ങളെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്നു. കൂടാതെ ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. ADGP M. രാജകുമാറിനെതിരായ നടപടി എല്ലാം തന്നെ ആ രീതിയിൽ ഒരു തലോടൽ എന്ന രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ UDF-ന്റെ അടക്കം ഭാഗത്ത് നിന്ന് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്ര അതെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി ചർച്ച ചെയ്യാനായി കഴിഞ്ഞില്ല എന്നൊരു രീതിയിലുള്ള ഒരു കാര്യം കൂടി അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്ന കാര്യം. എന്തായാലും ഈ സർക്കാരിനെതിരായ വിഷയങ്ങൾ കൂടുതലായും ചർച്ച ചെയ്തില്ല എന്നത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത്. കെ മുരളീധരൻ സൂചിപ്പിച്ചത് തന്നെയാണ് വിവാദ വിഷയങ്ങളിലേക്ക് ഒരിക്കൽ പോലും പാർട്ടിക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഒരു പരോക്ഷമായ ഒരു വിമർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ സമകാലിക വിഷയങ്ങൾക്കൊപ്പം തന്നെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊന്നും UDF-ന്റെ ഭാഗത്ത് നിന്ന് വന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ചില പ്രാദേശിക വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞൊരു കാര്യം ചേലക്കരയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ ചർച്ചയായ ഒരു കാര്യമാണ് ഈ മാത്യു കുഴൽനാടൻ നടത്തിയ ഒരു പരാമർശം. അദ്ദേഹത്തിന്റെ ആ പരാമർശം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഈ കാര്യലാഭത്തിന് വേണ്ടി കെ രാധാകൃഷ്ണനെ അവിടെ നിന്ന് മാറ്റി എന്ന ഒരു വിമർശനമാണ്. മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ പരാമർശം. അതായത് കാര്യലാഭത്തിന് വേണ്ടി യാതൊരു മടിയും ഇല്ലാത്തൊരു പ്രയോഗമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് പറയുന്നത്. അതായത് ഒരു ജാതിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മാത്യു കുഴൽനാടൻ പറഞ്ഞത് അതായത് ഈ ഒരു ദളിത് മുഖ്യമന്ത്രിയുടെ സാധ്യത ഇല്ലാതാക്കാനാണ് കെ രാധാകൃഷ്ണനെ ഈ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചെന്നൊരു വിമർശനമാണ് പറഞ്ഞത്. അന്നേ തന്നെ ചില ദളിത് നേതാക്കൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി വളരെ പ്രധാനപ്പെട്ട, അതായത് സവർണർ കൈകാര്യം ചെയ്യുന്ന, ബ്രാഹ്മണർ കൈകാര്യം ചെയ്യുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന സവർണാധിപത്യമുള്ള ഒരു ദേവസ്വം വകുപ്പിന്റെ ചുമതലയിലേക്ക് ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി
ഒരു പിന്നാക്ക ജാതിയിൽ നിന്നുള്ള ഒരു വ്യക്തി ആ സ്ഥാനം വഹിക്കുക എന്നതിൽ ചിലർക്കൊക്കെ ഉള്ള അസ്വാരസ്യത്തിൻ്റെ ബഹിർസ്ഫുരണമായിട്ടാണ് മറ്റൊരു രീതിയിൽ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നതിലൂടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട പദവിയായ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കലായിരുന്നു എന്നുള്ള നിലയ്ക്കുള്ള വിമർശനം അന്നേ തന്നെ വന്നിരുന്നു. പക്ഷേ ഓർക്കണം, അന്ന് കെ രാധാകൃഷ്ണനെ മത്സരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ CPM-ന് അല്ലെങ്കിൽ LDF-ന് ഇപ്പോഴുള്ള ഒരു MP സ്ഥാനം പോലും ഇല്ലാതാകുമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവുമുണ്ട്. അതുകൊണ്ട് ആ ആരോപണങ്ങളൊക്കെ പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് അതെല്ലാം അപ്രസക്തമായിട്ട് മാറുകയും ചെയ്യും. അതിലെ ചോദ്യങ്ങൾ, അതിലെ നിലപാടുകളൊക്കെ അവിടെ നിൽക്കുമെങ്കിലും പ്രധാനം പ്രായോഗിക വിജയം തന്നെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് KC ഉണ്ണികൃഷ്ണനോട് എനിക്ക് രസകരമായ ഒരു സാധ്യത ചോദിക്കാനുള്ളത്, ഇതിനു മുൻപ് നടന്ന 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ദിവസമുണ്ടായിട്ടുള്ള ഒരു രസകരമായ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഒരു ആൻറ്റി ക്ലൈമാക്സ് ഇഫക്റ്റാണ്. അതിൽ ഒന്നാമത്തെ ആൻറ്റി ക്ലൈമാക്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം VS അച്യുതാനന്ദൻ KK രമയെ കാണാൻ വേണ്ടി പോയത് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വലിയ മാറ്റമായിരുന്നു. പിന്നെ ഉള്ളത് EP ജയരാജൻ ഇഫക്റ്റാണ്. EP ജയരാജൻ ആ വോട്ടെടുപ്പ് ദിവസം അതിനുശേഷം ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഏതൊക്കെ രീതിയിൽ മാറി. അതുകൊണ്ട് നാളെ രാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന നേതാക്കളുടെ നേരെ, ഓരോ നേതാവിൻ്റെയും നേരെ മൈക്കുമായിട്ട് ചെല്ലേണ്ടി വരും. അവരുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് മതിയാവും 1000 വോട്ടുകളെ വഴിതിരിച്ചു വിടാൻ KC ഉണ്ണികൃഷ്ണൻ. തീർച്ചയായും ചില പ്രയോഗങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ചില പരാമർശങ്ങളെല്ലാം തന്നെ ആ രീതിയിലാണ്. MS സൂചിപ്പിച്ചതുപോലെ തന്നെ KK രമയെ കാണാനായി VS പോയ കാര്യം, അതോടൊപ്പം തന്നെ EP ജയരാജന്റെ പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെ ഉണ്ട്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പരാമർശം, അത് കൊല്ലത്തെ പരാമർശം, പ്രേമേന്ദ്രനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, അതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെന്ന ഒരു വിലയിരുത്തലെല്ലാം തന്നെ ഈ UDF-ന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ അന്ന് ഉണ്ടായിരുന്നു. അവർക്ക് വലിയ രീതിയിൽ അത് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്ന് പറയുന്ന ഒരു സാഹചര്യം ഇതെല്ലാം ഉണ്ട്. എങ്കിലും നാളെ എല്ലാവരും ഉറ്റുനോക്കുന്നത് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഏത് രീതിയിലാകുമെന്ന് തന്നെയാണ്. എന്തായാലും അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിലെല്ലാം തന്നെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കുമെന്ന് തന്നെ ഒരു വിലയിരുത്തൽ തന്നെ നമുക്ക് ഉണ്ടാകും. എന്തായാലും ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നയിച്ച നേതാക്കളെല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ട്. എന്തായാലും അവരുടെ എല്ലാം തന്നെ പ്രതികരണങ്ങൾ എങ്ങനെയാകും, ഈ ഏത് രീതിയിലാകും, എങ്ങോട്ടാകും കാറ്റ് വീശുക എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരെല്ലാം തന്നെ ഈ സമകാലിക വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളെല്ലാം തന്നെ തുടരുക തന്നെയാണ് ചെയ്യുക എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ആ രീതിയിൽ തന്നെ അവർ സമീപനം, അതായത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിലും ആ രീതിയിൽ അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാകും. എന്തായാലും ഈ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും അവസാനമില്ലാത്തൊരു കാലം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആ രീതിയിൽ തന്നെ നേതാക്കൾ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നൊരു കാര്യം, 4.5 ലക്ഷം ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4 ലക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. അത് 5 കടക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് UDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. അവർ പറയുന്നത് 5 ലക്ഷത്തിനപ്പുറത്തേക്ക് പോകും, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്, അത് കേരളം തിരഞ്ഞെടുക്കുന്നു. സഹോദരൻ രാജിവെച്ചതിന് പിന്നാലെ അവിടെ തിരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ വീണ്ടും മത്സരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന് ഗുണം ചെയ്യും, വലിയൊരു കോൺഗ്രസിന്റെ ആധിപത്യം ഉണ്ടാവും, കോൺഗ്രസിന്റെ കോട്ട അവിടെ കാത്തു സൂക്ഷിക്കപ്പെടുമെന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. കൂടാതെ ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യം, സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനം. കൂടാതെ അവിടെ ഈ അരി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾ, തദ്ദേശ സ്ഥാപനത്തിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു രാഷ്ട്രീയമായി തന്നെ കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. അരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദുരന്തബാധിതർക്ക് നേരെ ഉണ്ടായ രീതിയിലുള്ള ഒരു അവഗണന എന്ന് തന്നെ ആ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ അന്ന് വന്നിരുന്നു. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യം തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ രീതിയിൽ വയനാടിനെ നോക്കിക്കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് അവിടെ പറയുന്നത് 4.5 ലക്ഷത്തിന് മുകളിലേക്ക് അവരുടെ, അതായത് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട്ടിലുണ്ട്. അതേസമയം തന്നെ സത്യൻ മൊകേരിയെ സംബന്ധിച്ച് അന്ന് ആദ്യം സത്യൻ മൊകേരി പ്രതികരിച്ചത്, ഒരു വിജയസാധ്യത ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് അവർ തോറ്റുകൂടാ അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൂടാ എന്നൊരു സാധ്യത കൂടി നമ്മൾ കണ്ടുകൂടാ എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം വന്നിരുന്നു. എന്തായാലും അതെങ്ങനെയാണ് എന്നത് തന്നെയാണ് ഇടതുപക്ഷം നോക്കിക്കാണുക. എന്തായാലും ഒരു തരംഗം
അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ആധിപത്യം പുലർത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തോട് തന്നെയാണ് LDFന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത്. എന്തായാലും അവിടെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിന്റെ എങ്കിൽ പോലും ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ തന്നെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞേക്കാം എന്നൊരു രീതിയിൽ തന്നെയാണ് CPI സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയുമായ സത്യൻ മൊകേരിയും അവിടെ ഉള്ളത്. അതേസമയം തന്നെ തങ്ങളുടെ സ്വാധീന മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു കടന്നു കയറി വോട്ട് പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് നവ്യ ഹരിദാസ് ഉൾപ്പെടുന്ന NDAയുടെ നേതൃത്വം അവിടെ ഉള്ളത്. എന്തായാലും ആ രീതിയിൽ അവിടെ NDAയുടെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ക്യാമ്പ് ചെയ്ത് അവിടെ പ്രചരണം നയിക്കുന്നു. PK കൃഷ്ണദാസ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ആ പ്രചരണത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ആ രീതിയിൽ BJPയും അവിടെ ഒരു തരംഗമായി തന്നെ നിൽക്കുന്നു. എന്തായാലും ഒരു വോട്ടെടുപ്പ് ആവേശം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എന്തായാലും കൊട്ടിക്കലാശത്തിലും അതുണ്ടായിരുന്നെന്ന് നിശ്ചിത പ്രചാരണത്തിലും എല്ലാവരും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വയനാട്ടിൽ അവസാനം വോട്ടെടുപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു. അവിടെ 16 സ്ഥാനാർത്ഥികളാണുള്ളത്. ആ 16 സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് അവിടെ വോട്ടുള്ളത്. ബാക്കി എല്ലാവരും ആ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളാണ് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇനി ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് K രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ വളരെ സീനിയറായ നേതാവാണ്. വലിയ രീതിയിലുള്ള തുടർ വിജയം ഉണ്ടായിരുന്ന നേതാവാണ്. LDFന്റെ കോട്ട കാത്തു സൂക്ഷിച്ച ഒരു നേതാവ് തന്നെയാണ്. വളരെ ജനപ്രിയനായ ഒരു നേതാവെന്ന വിശേഷണമെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ന് നൽകിയിരുന്നു. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു, അവിടെ MP ആയിട്ട് ജയിക്കുന്നു. തുടർന്ന് വരുന്ന ഒരു ഒഴിവാണ്. അവിടെ നേരത്തെ മത്സരിച്ചിരുന്ന UR പ്രദീപിനെ തന്നെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തന്നെ കൊണ്ടുവരുന്നു എന്നതാണ്. UR പ്രദീപിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ നടത്തിയ പ്രചാരണത്തിലെ ഒരു വാക്യം എന്ന് പറയുന്നത് UR പ്രദീപാണ് മത്സരിക്കുന്നതെങ്കിലും K രാധാകൃഷ്ണനായ എനിക്കും എൻ്റെ ഹൃദയത്തിനും എൻ്റെ പാർട്ടിക്കും ആണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അതിലൊരു വൈകാരികതയുടെ അംശം കൂടി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് നമ്മൾ അന്ന് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാധേട്ടൻ എന്നൊരു വിശേഷണം അദ്ദേഹത്തിന് നൽകിയിരുന്നു അവിടുത്തെ ജനങ്ങളെല്ലാം. ആ രീതിയിലാണ് അവരെ അതിനെ കണ്ടത്, ആ മണ്ഡലത്തെ പൊതുവെ കാണുന്നത് ചേലക്കര എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വികാരം അവിടെ ഉണ്ട്. രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജനപ്രിയനായ ഒരു നേതാവ് തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരനായ നേതാവ് തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പ്രിയങ്ക ഗാന്ധി സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത് പോലെ, അതായത് വയനാട്ടിന് നിങ്ങൾക്ക് 2 MP മാരുണ്ടാവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ MP ആയ രാധാകൃഷ്ണൻ ഈ മണ്ഡലത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒപ്പം തന്നെ പുതിയൊരു MLAയും നിങ്ങൾക്കുണ്ടാവും. ഫലത്തിൽ 2 പേർ എന്നുള്ള രീതിയിലും അവിടെ പ്രസംഗങ്ങളിൽ ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിരുന്നു ചേലക്കരയിലും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. K രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് ജയിച്ചു പോയപ്പോഴും അവിടെ അദ്ദേഹം സജീവമാണ് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയം എപ്പോഴും ചേലക്കരയ്ക്ക് ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ഈ UR പ്രദീപിനൊപ്പം തന്നെ K രാധാകൃഷ്ണൻ ചേരുമ്പോൾ അവിടെ 2 നേതാക്കൾ, വയനാട്ടിലേതുപോലെ തന്നെ 2 നേതാക്കൾ ചേലക്കരയ്ക്കുമുണ്ട് എന്ന് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ചേലക്കരയിലെ പ്രചാരണം തുടങ്ങിയ സമയത്ത് ഉണ്ടായൊരു വലിയൊരു വിവാദം, ഈ UR പ്രദീപ് നേതൃത്വത്തിന് പരാതി നൽകി. അതായത് K രാധാകൃഷ്ണൻ തന്റെ പ്രചരണത്തിൽ പങ്കെടുക്കുന്നില്ല, ഒഴിവായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പരാതി നൽകി എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ അത് പടരുന്ന രീതി, അതായത് ആ രീതിയിലുള്ള അങ്ങനെ അദ്ദേഹം പരാതി നൽകിയെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു എന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നാലും അതെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് UR പ്രദീപ് തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. നേതാക്കളെല്ലാം തന്നെ തന്റെ ഒപ്പമുണ്ടെന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുന്നു. അതെല്ലാം ആദ്യഘട്ടത്തിലുണ്ടായ ഒരു കാര്യമാണ്. പിന്നെ മന്ത്രി K രാജനടക്കം ഒപ്പം നിന്നുകൊണ്ട് തന്നെ VS സുനിൽകുമാർ ഉണ്ട്. ആ രീതിയിൽ CPIയുടെയും CPMന്റെ നേതാക്കളെല്ലാം തന്നെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ UR പ്രദീപിനൊപ്പം ആ പ്രചരണത്തിൽ വളരെ മുന്നേറാൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലാണ് LDFനെ സംബന്ധിച്ച് ചേലക്കരയിലുള്ളത്. സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നയിക്കുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ വളരെ ആത്മവിശ്വാസം ചേലക്കരയിൽ തങ്ങൾക്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും 2 മണ്ഡലങ്ങൾ വിധിയെഴുതുമ്പോൾ ചേലക്കരയും വയനാടും നോക്കുമ്പോൾ വളരെ ആധിപത്യം ചേലക്കരയിൽ LDFനും വയനാട്ടിൽ UDFനുമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അത് ജനങ്ങളിലാണ് എല്ലാം ഇരിക്കുന്നത്. അവരുടെ ചിന്താഗതി ഏത് രീതിയിലാകും, എങ്ങനെയാകും എന്ന കാര്യങ്ങളെല്ലാം തന്നെ അവസാന മണിക്കൂറുകളിലും വളരെ നിർണായകമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനി പോളിംഗ് ബൂത്തിലേക്കുള്ളത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. എന്തായാലും മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന് മുന്നോടിയായി തന്നെ നടക്കും. പൂർണ്ണ സജ്ജമായി തന്നെ ഉദ്യോഗസ്ഥരടക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർണ്ണ സജ്ജമാണ്. എന്തായാലും ആ രീതിയിൽ ബൂത്തുകളടക്കം
സജ്ജമായി തന്നെയുണ്ട്. ചേലക്കരയിലാണെങ്കിൽ 180 ബൂത്തുകളാണ് ഉള്ളത്. ആ രീതിയിൽ ആ ബൂത്തുകളെല്ലാം തന്നെ വളരെ സജീവമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വളരെ സുന്ദരമായ അല്ലെങ്കിൽ ആ രീതിയിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ലാതെ സുഗമമായ രീതിയിലുള്ള ഒരു വോട്ടെടുപ്പ് തന്നെയാകും രണ്ട് മണ്ഡലങ്ങളിലും നടക്കുക എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിനുശേഷം വീണ്ടും നമ്മൾ ഈ അലയൊലികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശം മായുന്നില്ല. വീണ്ടും പാലക്കാട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ ചെറിയ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പാലക്കാടിലേക്ക് നമ്മൾ പോകുന്നു എന്നത് എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് കുറച്ച് വൈകിയാണെങ്കിലും നടക്കുന്നു. ഇതിനിടയിൽ കൽപ്പാത്തി രഥോത്സവം ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാലും ആ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നേരെ പാലക്കാട്ടേക്ക് വീശും. പാലക്കാട്ടെ കാറ്റായി തന്നെ പാലക്കാട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൽപ്പാത്തി രഥോത്സവം, സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ, നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ സജീവമായി തന്നെ നിൽക്കും. എന്തായാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം തന്നെ അവസാനിക്കുന്നില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ് 20 നടക്കുകയാണ്. അതുവരെ ഈ കാര്യങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. എന്തായാലും രണ്ട് മണ്ഡലങ്ങൾ ചേലക്കരയും വയനാടും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവസാന മിനിറ്റുകളിലും തങ്ങളുടെ അവസാന വോട്ടറെ കണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്നാണ് അറിയാൻ കഴിയുന്നത്. MS KC ഉണ്ണികൃഷ്ണൻ, 1 മണിക്കൂറായി നമ്മൾ നാളെ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ജനത്തിന്റെ മനസ്സിൽ എന്തൊക്കെയാവാനാണ് സാധ്യത എന്ന് വിചാരപ്പെടുന്നു. പക്ഷേ അതിൽ ഒരിടത്ത് പോലും നമ്മൾ പറയാത്ത ഒരു കാര്യമുണ്ട്. അടിസ്ഥാന ജനതയുടെ സാമാന്യ പ്രശ്നങ്ങൾ, ജനജീവിതം, ദുരിതമയമായിക്കൊണ്ടിരിക്കുന്ന ജനജീവിതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പണപ്പെരുപ്പം 14 മാസത്തെ അതിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുകയാണ്. പച്ചക്കറിയുടെ വില പിടിവിട്ടു പോവുകയാണ്. കഴിഞ്ഞ 14 മാസത്തെ ഏറ്റവും ഉയരത്തിലേക്ക് പണപ്പെരുപ്പ നിരക്ക് പോയിരിക്കുന്നു. റിസർവ് ബാങ്ക് പലിശ ഭാരം കുറയ്ക്കാൻ എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റിസർവ് ബാങ്ക് പലിശ ഭാരം കുറയ്ക്കാനുള്ള സാധ്യതയെല്ലാം മങ്ങിയിരിക്കുന്നു. ഭക്ഷ്യവിലപ്പെരുപ്പം കുതിച്ചുയരുന്നു. ദക്ഷിണേന്ത്യയിൽ പണപ്പെരുപ്പ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലായി മാറിയിരിക്കുന്നു. തക്കാളി, ഉള്ളി, പച്ചക്കറികൾ സകലതിനും പിടിവിട്ട് വില ഉയരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ എന്ന് പറയുന്നത് രാജ്യത്തെ ചില്ലറ വിലക്കയറ്റ തോത് അഥവാ റീറ്റെയിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത് 6.21% എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ ഒരു സാമ്പത്തികാവസ്ഥ, പണപ്പെരുപ്പ നിരക്ക് ഇവിടെ തുടരുന്ന പശ്ചാത്തലത്തിലും നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിൽ ട്രോളി വിവാദം, അതേപോലെ തന്നെയുള്ള അനുബന്ധ വിവാദങ്ങൾ, പാർട്ടി വിട്ട് പാർട്ടി കൂടുമാറൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു. ഒരു പക്ഷേ ജനത്തിനും എത്ര വില കൂടുതൽ വന്നാലും അതൊന്നും തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറേണ്ടതില്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെയും റീലുകളുടെയും ഒക്കെ വിവാദ കാലഘട്ടത്തിൽ ആ വിവാദങ്ങളുടെ പുറമേ കിടന്ന് അലയടിച്ചു പോകുന്ന ഒരു വോട്ട് നിക്ഷേപ ജീവിയായി സാധാരണ മനുഷ്യൻ മാറിയിട്ടുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പും ഉയർത്തുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരിടത്തെങ്കിലും ആരെങ്കിലും മനുഷ്യന്റെ നിത്യജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രചാരണം നടത്തിയോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം അടക്കമുള്ളവ കഴിയുമ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന വോട്ടർമാർ എത്രയുണ്ടാവുമെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന വോട്ടർമാരുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നതുകൊണ്ടാകുമോ രാഷ്ട്രീയക്കാർ ആ വിഷയം ആരും എടുക്കില്ല, നമ്മൾക്ക് നമ്മളുടെ നിത്യ വിവാദ വ്യവസായങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നത് എന്ന ചോദ്യത്തോടുകൂടി ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. KC ഉണ്ണികൃഷ്ണനാണ് ഈ രാഷ്ട്രീയ വിശകലനങ്ങളെല്ലാം ഇതുവരെയും നൽകിയത്. നമ്മൾ